ഒരുപാട് പേര് ഡെയിലി യൂസ്ഡ്, അതായത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന കാർ അന്വേഷിച്ച് നടക്കുക. അത് പെട്രോൾ ഒരിക്കലും നല്ല ഓപ്ഷൻ അല്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസിയും ബഡ്ജറ്റും വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഡീസൽ കാറാണ്. പക്ഷേ ഡീസലിൽ തന്നെ ലോ കിലോമീറ്റർ കാർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ എന്താ പറയുക, വലിയൊരു ചാലഞ്ചാണ് ലോ കിലോമീറ്റർ കാറ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 62,000 കിലോമീറ്റർ മാത്രം ഓടിയ ഫുൾ കമ്പനി സർവീസുള്ള മേജർ റീപ്ലേസ്മെൻറ്റ്സ്, ആക്സിഡൻറ്റ്സ്, ഫ്ലഡ്സ് ഒന്നുമില്ലാത്തൊരു കിഡിലൻ i20 ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഷേപ്പിലെ 90% വണ്ടികൾ നമ്മുടെ നാട്ടിലോടുന്നത് പെട്രോളാണ്. ഡീസൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഈ വണ്ടി നിങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല, കണ്ണും പൂട്ടി വണ്ടി എടുക്കുക, ഉപയോഗിക്കുക എന്നുള്ളത്. കാരണം അത്രയും ടോപ്പ് ലെവൽ കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത്. സോ ഞാൻ പറഞ്ഞില്ല, ഇതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് മൈലേജ്, അത് 20-ൽ താഴെ ഗ്യാരണ്ടി ആയിട്ട് ഇതിന് മൈലേജ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു വീട്ടിൽ നമ്മുടെ തൃശ്ശൂരിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. KL 8 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ് വണ്ടിക്ക് വരുന്നത്. മാനുവലാണ് വരുന്നത്, ഡീസൽ. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. വണ്ടിയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പോർട്സ് ആണ് വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ സ്പോർട്സിൽ വരുന്ന സ്റ്റിയറിംഗ് കൺട്രോൾ, സീറ്റ് ലെതർ സീറ്റ് അപ്പോൾസ്റ്ററി ആണ് വരുന്നത്. റിയർ AC വെൻസ് കാര്യങ്ങൾ, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, 4 ഡോർ പവർ വിൻഡോ, മിറർ ഫോൾഡിങ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കലാണ് വരുന്നത്. പവർ സ്റ്റിയറിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് അറിയൂ, 6 സ്പീഡ് മാനുവലാണ്. ആദ്യ പവർ, അതായത് നമുക്കൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ ഗിയറൊക്കെ ഇട്ട് ഓടിച്ച് കഴിഞ്ഞാൽ ആദ്യ ഫീലാണ്. പിന്നെ മേജറായിട്ട് റീപ്ലേസ്മെൻറ്റ്സ് ഇല്ല. ഇനി ബാക്ക് സീറ്റ് വരാണെന്നുണ്ടെങ്കിൽ അവർ നല്ല പ്രീമിയം ലെവലിലുള്ള ലെതർ സീറ്റ്സ് ചെയ്തിട്ട് വണ്ടിയുടെ ഇൻറ്റീരിയറും ഭയങ്കര ലുക്കാക്കിയിട്ടുണ്ട്. വണ്ടി അപ്പോൾ ഡെയിലി പർപ്പസിന് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഡെയിലി കറങ്ങി നടക്കുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വണ്ടിയാണിത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് വണ്ടി കിടക്കുന്നത്. ഈ സൈഡ് ബോഡി നോക്കി കഴിഞ്ഞാൽ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വണ്ടിയുടെ മോഡൽ ഞാൻ പറഞ്ഞല്ലോ 2022. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 കൊല്ലത്തിൽ താഴെ പഴക്കമാണ് വണ്ടിക്ക് ഇതുവരെ വന്നിട്ടുള്ളൂ. അതിനുള്ള ഡാമേജസ് ഒന്നും വണ്ടിക്കില്ല. കാരണം 4 കൊല്ലം പഴക്കം പോലും വണ്ടിക്ക് തോന്നില്ല. അത്രയും ഫ്രഷ് ബ്രാൻഡ് ന്യൂ ആയിട്ടാണ് വണ്ടി കിടക്കുന്നത്. സോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് KL 8 രജിസ്ട്രേഷനിലാണ് നിൽക്കണേ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വാട്സപ്പ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറക്കരുത്, ഡീസലാണ്, വിട്ടുകളയേണ്ട. എത്രയും വേഗം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ വണ്ടി വാങ്ങാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.